അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറബിക് സ്നാക്കാണ് കേട്ടോ, ഫലാഫിലും ഹുമ്മൂസും. അപ്പോൾ ഫലാഫിൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു സ്നാക്കാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെ ഇഷ്ടമാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. നമുക്ക് ആദ്യമായിട്ട് കടല ചേർക്കാം. 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൽ മറ്റ് ചേരുവകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി മുറിച്ചത് ചേർക്കാം. ഉള്ളി ചെറുതായി മുറിച്ചെടുത്തതാണ്. 1 മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചെടുത്തതും പിന്നെ 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില കൂടുതൽ വേണം. 1 കെട്ട് മല്ലിയിലയാണ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 1-1.25 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നു. പിന്നെ ചെറിയ ജീരകവും കുറച്ച് മല്ലിയും കുരുമുളകും ഇതിലേക്ക് ചേർക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം, സോഡ പൗഡർ. 2 ടീസ്പൂൺ വെളുത്ത എള്ള് കൂടി ഇതിൽ ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് മല്ലിയിലയുടെ കൂടെ പാർസ്ലേ കൂടി ചേർക്കണമായിരുന്നു. പാർസ്ലേ നമുക്ക് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് മല്ലിയില തന്നെ കൂടുതലായിട്ട് ചേർത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സിയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. വല്ലാണ്ട് അങ്ങ് അരിഞ്ഞു പോകരുത്, തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസ്, ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഒരു പാകത്തിന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിയും മറ്റും ചേർക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ അയഞ്ഞിരിക്കും. അപ്പോൾ ഒന്ന് ഉരുട്ടാൻ പാകത്തിന് ആവാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറുതായി ബോൾ പോലെ ഉരുട്ടിയിട്ട് ഒന്ന് കൈകൊണ്ട് പരത്തിയെടുക്കണം. ഇനി ഇതൊന്ന് ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. നല്ല ചുവക്കെ വറുത്ത് കോരണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ. നമുക്കിതൊന്ന് വെന്ത് കിട്ടാനുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് പുറം ഭാഗം ചുവന്ന് പോയാൽ നമുക്ക് അകത്തെ കടലയുടെ പച്ച ചുവയൊന്നും മാറിക്കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കടല ഒന്ന് കുക്കായി കിട്ടണം. ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് പല വിധത്തിൽ കഴിക്കാം. ഹുമ്മൂസ് ചേർത്തിട്ട് കഴിക്കാം, ഹുമ്മൂസും ഗാർലിക് പേസ്റ്റെല്ലാം ചേർത്ത് കഴിക്കാം. പിന്നെ ഇതൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് കുബൂസിൽ വെച്ച് വെജിറ്റബിൾസും മയോണൈസും മറ്റും ചേർത്ത് റോളാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. പിന്നെ ചായക്കൊരു 4 മണി പലഹാരം പോലെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പമാണ്. ഇന്ന് ഞാൻ ഫലാഫലിൻ്റെ കൂടെ കഴിക്കാൻ ഹുമ്മൂസാണ് ഉണ്ടാക്കുന്നത്.
ഹുമ്മൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് കടല, വെള്ളക്കടല ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം. പിന്നെ തഹീന 1 ടേബിൾ സ്പൂൺ തഹീന, പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, പിന്നെ 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചത്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീര്. വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, ഞാൻ ചതച്ച് വെച്ചതാണ്. പിന്നെ തഹീന ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഈ തഹീന ഉണ്ടാക്കുന്നത് വെളുത്ത എള്ള് നമുക്ക് ചൂടാക്കി ഒന്ന് ഫ്രൈങ് പാനിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട്, ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിലായാലും മതി, ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുകൂടാണ്ടിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്, അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ തഹീന, വെളുത്തുള്ളി, തൈര്, ഒലീവ് ഓയിൽ, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് കടല ചേർക്കാം. ഇതിലേക്ക് കുറച്ച് തൈര്, ഒരു 1-1.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി മതിയാവും. പിന്നെ തഹീനയും കൂടി ചേർക്കുന്നു, 1 ടേബിൾ സ്പൂൺ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ തഹീനയും കൂടി ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നു, ഒലീവ് ഓയിൽ. ഒരു പകുതി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യണം. ആദ്യം നമുക്ക് ഹുമ്മൂസ് പ്ലേറ്റിന് നടുവിലേക്ക് ആക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഒലിവ് ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ ചെറുനാരങ്ങയുടെ പീസുകളോ അല്ലെങ്കിൽ മല്ലിയിലയുടെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ വേവിച്ച കടല മണികളോ ചേർത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഒലിവ് ഓയിൽ മാത്രം ഒഴിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഫലാഫലും കൂടി ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുബൂസും കൂടി ചേർത്ത് കഴിക്കാം. ഈ ഒരു അറബിക് ഫുഡ് ഫലാഫൽ സ്നാക്കാണെങ്കിലും ഹുമ്മൂസും കുബൂസിലും ചേർത്ത് കഴിക്കുമ്പോൾ അതൊരു മെയിൻ ഫുഡ് തന്നെയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.